Maavinthottam ചാനലിലെ ഡെന്റൽ സീരീസിന്റെ ആദ്യ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രധാനമായും 3 കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ഈ എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത്. 1, എങ്ങനെ ആണ് നമ്മൾ ശരിയായി പല്ല് തേക്കേണ്ടത്. 2, എങ്ങനെയാണ് ശരിയായ ടൂത്ത് പേസ്റ്റ് തിരഞ്ഞെടുക്കേണ്ടത്. 3, എങ്ങനെയാണ് ശരിയായ ടൂത്ത് ബ്രഷ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ആദ്യമേ ഒന്ന് പറഞ്ഞോട്ടെ, ഈ ഭാഗം എല്ലാവരും കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും മുഴുവനായി ഒന്ന് കാണണം, എന്നാലേ പറയുന്ന കാര്യങ്ങൾ നന്നായി മനസ്സിലാവുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. നമ്മൾ എന്തിനാണ് പല്ല് തേക്കുന്നത് അതൊന്നറിയണ്ടേ? നമ്മുടെ പല്ലുകൾ ഒരാഴ്ചക്കാലം മുഴുവനും നിലനിൽക്കേണ്ട അവയവങ്ങളാണ്. അല്ലാതെ കേട് വന്നിട്ട് എടുത്തു കളയുവാനോ അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് കൊഴിഞ്ഞു പോകുവാനോ ഉള്ളവയല്ല. നമ്മുടെ വായിൽ നല്ലതും ദോഷകരവുമായ കീടാണുക്കളുണ്ട്. നമ്മുടെ പല്ലുകളിൽ ഭക്ഷണം പറ്റിപ്പിടിച്ചിരുന്നാൽ ഇതിൽ ഈ ദോഷകരമെന്ന് പറഞ്ഞ കീടാണുക്കൾ അവയിൽ പ്രവർത്തിക്കുകയും തൽഫലമായി ഒരു രാസപദാർത്ഥങ്ങൾ ഉണ്ടാകുകയും അവ നമ്മുടെ പല്ലിൽ പ്രവർത്തിച്ച് പല്ല് കേടാക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ടാർട്ടർ, കാൽക്കുലസ് എന്നൊക്കെ പറയുന്ന സാധാരണ രീതിയിൽ ഇത്തിള് എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയുന്ന അഴുക്കുകൾ, അവ രോഗാണുക്കളുടെ ഒരു വലിയ കൂട്ടമാണ്. അവയും വന്ന് പല്ലിലും മോണയിലും ഒക്കെ അടിഞ്ഞിരിക്കും. അവിടെ രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. മോണരോഗങ്ങൾ ഉണ്ടാക്കും, പല്ലിനും കേടുണ്ടാക്കും. ഇവയിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായും നമ്മൾ പല്ല് തേക്കണം, നല്ലപോലെ പല്ല് തേക്കണം എന്ന് പറയുന്നത്. ഒന്നാമതായി തീരെ പൊടി കുഞ്ഞുങ്ങൾക്കുള്ളത്, അതായത് പല്ല് മുളച്ച് തുടങ്ങുന്ന സമയത്ത്, പല്ല് മുളച്ച് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ സമയത്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് തന്നെ പല്ല് തേക്കാൻ പറ്റില്ല. ആ സമയത്ത് മാതാപിതാക്കളുടെ സഹായം വേണം എന്നുള്ള സമയത്ത് നമുക്ക് അവരെ പല്ല് തേപ്പിക്കുവാനായിട്ട് മാതാപിതാവിൻ്റെയോ വിരലിൽ ഇട്ട് കൊടുത്തുകൊണ്ട് അവർക്ക് കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ബ്രഷുണ്ട്. അതാണ് ആദ്യത്തെ ബ്രഷ്. രണ്ടാമതായി കുറച്ചുകൂടെ വലുതായ കുഞ്ഞുങ്ങൾ തന്നെ പല്ല് തേക്കാനുള്ള ബേബി ബ്രഷസ് ഉണ്ട്. മൂന്നാമതായി മറ്റുള്ള മുതിർന്നവർക്ക് ഉള്ള ബ്രഷുണ്ട്. ഇത് കൂടാതെ സ്പെഷ്യൽ ഫങ്ഷൻസ്, അതായത് ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രഷുകളുണ്ട്. ഉദാഹരണമായി നമ്മൾ വെപ്പുപല്ല് വെക്കുന്നവരാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള, അത് കഴുകി വൃത്തിയായിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡെഞ്ചർ ബ്രഷുകളുണ്ട്. മോണരോഗം നമുക്ക് വന്നു. മോണരോഗം വന്നിട്ട് നമ്മുടെ മോണ താഴോട്ട് പോയി, എല്ല് നഷ്ടപ്പെട്ടു, മോണ താഴോട്ട് പോയി, പല്ലിൻ്റെ ഇടയിൽ വിടവുണ്ട്, പല്ലിൻ്റെ ഇടയിൽ വിടവ് വന്നു. അങ്ങനെയുള്ളവർക്ക് അവിടെയൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള പെരിഡോണ്ടൽ ബ്രഷുകളുണ്ട്. അതുപോലെ തന്നെ പല്ലിൽ കമ്പി ഇട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഓർത്തോഡോണ്ടിക് ബ്രഷുണ്ട്. ഈ ബ്രഷ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പല്ലിൻ്റെയും ആ കമ്പിയുടെ ഇടയിലൊക്കെയുള്ള അഴുക്കുകൾ എടുത്തു കളയാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഹെഡ് ഉള്ള. പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് ബ്രഷ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത്. 1, ആ ബ്രഷിൻ്റെ ഹെഡ്, വാവട്ടം, അതായത് ഈ ഹെഡ് ചെറുതായിരിക്കണം. എന്നാലേ എല്ലാ ഭാഗത്തേക്കും പുറത്ത് ഭാഗത്തോട്ടൊക്കെ പോയിട്ട് നല്ല വൃത്തിയായിട്ട് പല്ലിന് വൃത്തിയാക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കുട്ടികളുടെ ബ്രഷാണെങ്കിൽ അതിൻ്റെ ഹാൻഡിൽ, അതായത് ഈ ഭാഗം കുറച്ച് വീതിയുള്ളതായിരിക്കണം. ഇതിൽ കാണുന്ന പോലെ അതിൽ കുറച്ച് വീതിയുള്ളതായി, എന്നാലേ കുട്ടികൾക്ക് അത് നല്ലപോലെ പിടിച്ച് ചെയ്യാൻ പല്ല് തേക്കാൻ പറ്റുമല്ലോ. അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രഷിൻ്റെ നാരുകളുടെ കട്ടിയാണ്, ബ്രിസിൽസിൻ്റെ കട്ടി. പലതരത്തിൽ നാരുകൾ ഇറങ്ങുന്നുണ്ട്. അവയനുസരിച്ചാണ് ബ്രഷുകളെ നമ്മൾ കടകളിൽ പോകുമ്പോൾ കാണാം. ഹാർഡ്, മീഡിയം, സോഫ്റ്റ്, അൾട്രാ സോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ബ്രഷുകളിൽ എഴുതിയിരിക്കും. ബ്രഷുകളുടെ കവറുകളിൽ അത് എഴുതിയിരിക്കും. ഞാൻ പറയും, നമ്മൾ ഏറ്റവും അനുയോജ്യമായി, ഏറ്റവും നന്നായിട്ടുള്ളത് ഒന്നെങ്കിൽ സോഫ്റ്റ്, അല്ലെങ്കിൽ അൾട്രാ സോഫ്റ്റ്, അല്ലെങ്കിൽ മീഡിയം. കാരണം ഹാർഡ് പോകുമ്പോഴത്തേക്ക് നമ്മുടെ പല്ലിന് തേയ്മാനം കൂടുതൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ബ്രസൽസ് ആണ്. ഞാൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന അൾട്രാ സോഫ്റ്റ് ബ്രസൽസ് ഉള്ള ബ്രഷാണ്. ബ്രഷുകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു തരത്തിലുള്ള ബ്രഷിൻ്റെ കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. അത് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ്, അതായത് ഇതുപോലത്തെ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ്. ഇത് ഒരു മോട്ടറൈസ്ഡ് ടൂത്ത് ബ്രഷാണ്. നമ്മുടെ കൈയുടെ മൂവ്മെൻറ്റ്സിനൊക്കെ പ്രയാസമുള്ളവർക്ക്, അതായത് ശരിക്കും കൈ അനക്കാനൊക്കെ പ്രയാസമുള്ളവർക്ക് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ഉപയോഗപ്രദമായിരിക്കും. നമ്മൾ
നല്ല രീതിയിൽ പല്ല് തേക്കുന്നവർക്ക്, അതായത് ശരിയായ രീതിയിൽ പല്ല് തേക്കുന്നവരുടെ ബ്രഷുകൾ ഏകദേശം ഒരു 3 മുതൽ 4 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ബ്രിസിൽസ് അഥവാ നാരുകൾ ഇങ്ങനെ വിടർന്ന് തുടർന്ന് ഒരു പൂവിൻ്റെ കൂട്ട് ഒക്കെ ആകും. അതാണ് ബ്രഷ് കളയണം എന്ന് നമുക്ക് അറിയേണ്ട ഒരു സമയം. ഒന്നെങ്കിൽ നാരുകൾ തുറന്നു വരിക ചെയ്യും, അല്ലെങ്കിൽ ആ നാരുകളുടെ കട്ടി വളരെയേറെ കുറയുകയും ചെയ്യും. ഈ സമയമാകുമ്പോൾ നമ്മൾ ബ്രഷ് തീർച്ചയായിട്ടും കളഞ്ഞ് പുതിയ ബ്രഷ് വാങ്ങി വെച്ചിരിക്കണം. അല്ലെങ്കിൽ പറ്റാവുന്നത് ഈ തുറന്നിരിക്കുന്ന നാരുകൾ നമ്മളുടെ മോണയിലും മറ്റുമൊക്കെ കൊണ്ടിട്ട് മോണയ്ക്കും കേട് ഉണ്ടാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ബ്രഷിംഗ് ഇഫക്റ്റ് കിട്ടത്തുമില്ല, അതായത് ഗുണമില്ല എന്ന ദോഷമുണ്ട് താനും എന്ന് നമുക്ക് നോക്കാം. ടൂത്ത് പേസ്റ്റ് പ്രധാനമായും 5 തരത്തിലുണ്ട്. ഒന്ന്, കുട്ടികൾക്കുള്ള ടൂത്ത് പേസ്റ്റ്. ഇതിൽ ഫ്ലൂറൈഡിൻ്റെ അംശം വളരെ കുറവായിരിക്കും. കാരണം കുട്ടികൾ പല്ല് തേച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പല്ല് തേക്കുമ്പോഴൊക്കെ പേസ്റ്റ് വിഴുങ്ങാനുള്ള സാധ്യതയാണ് കൂടുതലാണ്. അങ്ങനെ കുട്ടികൾ പേസ്റ്റ് വിഴുങ്ങുമ്പോൾ ഫ്ലൂറൈഡ് ധാരാളമായി അകത്തോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികളുടെ പേസ്റ്റിൽ ഫ്ലൂറൈഡിൻ്റെ അംശം വളരെ കുറവായിരിക്കും. രണ്ടാമത്തത് മുതിർന്നവർക്കുള്ള ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ്. മൂന്നാമത്തത് ആൻറ്റി ബാക്ടീരിയൽ ടൂത്ത് പേസ്റ്റ് അല്ലെങ്കിൽ ടാർട്ടാർ കൺട്രോളിംഗ് ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത്. നാലാമത്തത് ഡീസെൻസിറ്റൈസിങ് ടൂത്ത് പേസ്റ്റ്, അതായത് പുളിപ്പ് ചെറിയ വേദനകളൊക്കെ വരുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കുന്ന ഡീസെൻസിറ്റൈസിങ് ടൂത്ത് പേസ്റ്റ്. അഞ്ചാമതായി വൈറ്റനിങ് ടൂത്ത് പേസ്റ്റുകൾ. ഇനി ഇതിൽ ഏത് ടൂത്ത് പേസ്റ്റാണ് ഉപയോഗിക്കേണ്ടത്, നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ദന്താശുപത്രിയിൽ പോയി അവിടുത്തെ ഡോക്ടറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഡോക്ടർ നിങ്ങൾക്ക് വിശദമായ കാര്യങ്ങൾ പറഞ്ഞു തരും. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് മുതിർന്നവർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റിനെ കുറിച്ചാണ്. സാധാരണ ഒരുമാതിരിപ്പെട്ട എല്ലാ ടൂത്ത് പേസ്റ്റുകളിലും ഫ്ലൂറൈഡ് കണ്ടൻറ്റ് ഉള്ളതാണ്. കുട്ടികൾക്കും ഫ്ലൂറൈഡ് കണ്ടൻറ്റ് കാണും, പക്ഷേ അതിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. ഇനി മുതിർന്നവരുടെ ടൂത്ത് പേസ്റ്റിൽ നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം? പലപ്പോഴും ആൾക്കാർ പേസ്റ്റ് തിരഞ്ഞെടുക്കുന്നത് പരസ്യത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസിലാണ്. പക്ഷേ അല്ലാതെ പേസ്റ്റ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. അത് ഫ്ലൂറൈഡിനെ ബേസ് ചെയ്താണ്. കാരണം എന്തുകൊണ്ടാണ് ഫ്ലൂറൈഡിനെ ബേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫ്ലൂറൈഡ് നമ്മുടെ പല്ലിന് അത്യാവശ്യമുള്ള ഒരു വസ്തുവാണ്. നമ്മുടെ പല്ലിൻ്റെ ഇനാമലിൽ ധാരാളം മിനറൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും പല്ല് തേക്കുമ്പോഴും ഒക്കെ അതിൽ കുറച്ച് അംശങ്ങൾ നമുക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലൂറൈഡ് പല്ലിൽ ആക്ട് ചെയ്തിട്ട് ഈ പോയ മിനറൽസിൻ്റെ ഭാഗത്ത് റീമിനറലൈസേഷൻ എന്നുള്ള പ്രോസസ്സ്, അതായത് മിനറൽസിനെ തിരിച്ചു കൊണ്ടുവരുന്ന പ്രക്രിയയുണ്ട്. അത് നമ്മുടെ പല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഫ്ലൂറൈഡിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. ഫ്ലൂറൈഡ് കണ്ടന്റിനെ അതിനെ നമ്മൾ നോക്കുന്നത് ppm എന്നാണ് അതിൻ്റെ ഒരു വാല്യൂ വെച്ചേക്കുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ മുതിർന്നവർക്കുള്ള ടൂത്ത് പേസ്റ്റിൽ ഏകദേശം 1000 മുതൽ 1500 വരെ ഫ്ലൂറൈഡ് കണ്ടൻ്റുള്ള പേസ്റ്റുകൾ നല്ലവയാണ്. 1000 മുതൽ 1500 വരെ ഉള്ളവ. ഓരോ രാജ്യങ്ങൾക്കും അവരവരുടേതായ നിയന്ത്രണങ്ങളുണ്ട് എത്ര ഫ്ലൂറൈഡ് വേണം എന്നുള്ള കാര്യത്തിൽ. പക്ഷേ പൊതുവെ 1000 മുതൽ 1500 ppm വരെയുള്ളവ നല്ലതാണ്. അതിൽ 1450 ppm ഉള്ളവ വളരെ നല്ലതുമാണ്. ഇപ്പോൾ ഇതിൽ കാണിച്ചേക്കുന്നത് പോലെ നമ്മൾ എങ്ങനെ അത് നോക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ പേസ്റ്റിൻ്റെ കവറിൽ അതിൻ്റെ അകത്തെ കണ്ടൻറ്റുകൾ കാണും, അല്ലെങ്കിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞ് കാണും. ഇപ്പോൾ ഈ ഒരു ബ്രാൻഡ് പേസ്റ്റിൻ്റെ അകത്തെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഇവയാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും 1450 ppm എന്ന്. അത് നമുക്ക് പേസ്റ്റ് തിരഞ്ഞെടുക്കാനുള്ള ഒരു മാനദണ്ഡമായി ഉപയോഗിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് പല്ല് തേക്കേണ്ടത് എന്ന് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എത്തുന്നത് അവിടെയാണല്ലോ. ആദ്യമായി നമ്മൾ പേസ്റ്റ് ബ്രഷിൽ വെക്കണം. അത് ഒരു ബ്രഷ് നിറച്ച് പേസ്റ്റ് വെക്കേണ്ട കാര്യമില്ല. ഒരു പീനട്ട് സൈസ്, ഒരു പീനട്ട് സൈസ്, ഇതുപോലുള്ള സൈസിലുള്ള അത്രയും മാത്രം മതിയാകും. അല്ലാതെ നമ്മൾ പല്ല് തേക്കുമ്പോൾ ഒരിക്കലും അമർത്തി പല്ല് തേക്കല്ല. അതായത് പല്ലിനെ ഉരച്ച് നന്നാക്കാം എന്ന് ആരും കരുതരുത്. പല്ല് തേക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ പല്ല് തേക്കുമ്പോൾ നമ്മുടെ കൈയുടെ ഈ ഭാഗമല്ല അനങ്ങേണ്ടത്. കാരണം കൈയുടെ ഈ ഭാഗം അനങ്ങുമ്പോൾ അവിടെ ശക്തി കൂടുന്നു. അതായത് കുറേ ശക്തിയായിട്ടാണ് നമ്മൾ പല്ല് തേക്കുന്നത്. അതേസമയം യഥാർത്ഥത്തിൽ നമ്മൾ പല്ല് തേക്കുമ്പോൾ
കൈയുടെ ഈ ഭാഗം, അതായത് റിസ്റ്റ്, ഈ ഭാഗമാണ് നമ്മൾക്ക് അനങ്ങേണ്ടത്. അങ്ങനെ നമ്മൾ റിസ്റ്റ് അനക്കി നമ്മൾ പല്ല് തേക്കുകയാണെങ്കിൽ നമുക്കവിടെ ഇടുന്ന പ്രഷർ, അതായത് പല്ലിൽ പ്രഷർ കൊടുക്കുന്നത് വളരെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ കൈയുടെ മൂവ്മെൻറ്റ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നിങ്ങൾ തെറ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇന്നു മുതൽ ഇത് മാറ്റാൻ ശ്രമിക്കണം. കാരണം ഒരു രാത്രി കൊണ്ടോ മറ്റോ മാറ്റാൻ പറ്റുന്ന ഒരു ശീലമല്ല ഇതെന്ന് എനിക്കറിയാം. നമ്മൾ കോൺഷ്യസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചിന്തിച്ച് നമുക്ക് വേണമെന്ന് വെച്ചാൽ ഇത് മാറ്റാൻ പറ്റുള്ളൂ. ഇത് മാറ്റുന്നത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പല്ല് തേക്കുമ്പോൾ സാധാരണയായി ശരിക്കും വൃത്തിയാക്കാൻ മറന്നു പോകുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും പുറകിലത്തെ പല്ലിൻ്റെ പിൻഭാഗങ്ങൾ. 2, അകത്തെ ഭാഗങ്ങൾ, അതായത് താഴത്തെ പല്ലിൻ്റെ അകത്തെ ഭാഗങ്ങൾ. 3, മുകളിലത്തെ പല്ലിൻ്റെ അകത്തെ ഭാഗങ്ങൾ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ 3 ഭാഗങ്ങളും നന്നായി വൃത്തിയാക്കുവാൻ. താഴത്തെ പല്ലിൻ്റെ അകത്തെ ഭാഗം നമുക്ക് ബ്രഷ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. മുകളിലത്തെ പല്ലിൻ്റെ അകത്തെ ഭാഗം നമുക്ക് ബ്രഷ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വൃത്തിയാക്കുകയും ചെയ്യാം. ഇനി നമ്മൾ എങ്ങനെയാണ് പല്ല് തേക്കേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ 32 പല്ലുണ്ടല്ലോ, അപ്പം ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പം ഏറ്റവും നല്ലത് നമ്മൾ പുറകു ഭാഗത്തു നിന്ന് തുടങ്ങി ഒരു വശത്തു നിന്ന് തുടങ്ങി മറ്റേ ഭാഗത്ത് തീർക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ പുറകുവശത്തെ പല്ല് നമ്മൾ തേക്കുമ്പോൾ നമ്മളുടെ ബ്രഷ് ഒരു 45 ഡിഗ്രി, താഴത്തെ പല്ലാണെങ്കിൽ ഒരു 45 ഡിഗ്രി, കറക്റ്റായിട്ട് 45 ഡിഗ്രി എന്ന് നോക്കേണ്ട കാര്യമില്ല, നമുക്കത് ശീലമാകും. ഏകദേശം ഒരു 45 ഡിഗ്രി നമ്മുടെ മോണയിലോട്ട് വെക്കുക. മോണയിലോട്ട് വെച്ചിട്ട് ഒരു മോണയിലോട്ട് ചെറുതായിട്ട് ഒന്ന് കയറുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് മുകളിലോട്ട് 45 ഡിഗ്രി മോണയിലോട്ട് വെക്കുന്നു. എന്നിട്ട് മുകളിലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ പല്ലിൻ്റെ പല്ലുകളുടെ ഇടയിലുള്ള അഴുക്കുണ്ടല്ലോ, അവയും നമുക്ക് കളയണമല്ലോ. അത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു 2 പ്രാവശ്യം ഇങ്ങനെയും ഒന്ന് തേക്കാം നമുക്ക്. അതുപോലെ തന്നെ അടുത്ത പല്ലിൻ്റെ അവിടെ വരുന്നു, 45 ഡിഗ്രിയിൽ നമ്മൾ മുകളിലോട്ടാക്കുന്നു. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്യുന്നു, 45 ഡിഗ്രി മുകളിലോട്ടാക്കുന്നു, ഇങ്ങനെ ചെയ്യുന്നു. അങ്ങനെ ഈ ഭാഗത്തു നിന്ന് നമ്മൾ തുടങ്ങി മറുവശത്തുള്ള പല്ലിൻ്റെ അവസാന ഭാഗം വരെ നമ്മൾ ചെയ്യണം. മുകളിലത്തെ പല്ലിലും അതുപോലെ തന്നെ. ഇപ്പോൾ ഇവിടെ നമ്മൾ വെക്കുമ്പോൾ മുകളിലോട്ട് ശകലം ചരിച്ചിട്ടാണ് വെക്കുന്നത്. മുകളിലത്തെ മോണയിലോട്ട് ഒരു 45 ഡിഗ്രി ചരിച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത്. കാണാമെന്ന് വിശ്വസിക്കുന്നു. 45 ഡിഗ്രി ചരിച്ച് നമ്മൾ താഴോട്ട് ഇങ്ങനെ പല്ല് തേക്കുന്നു. പല്ല് തേച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ 2 പല്ലിൻ്റെ ഇടയിലുള്ള അഴുക്കൾ പോകാനായിട്ട് 1-2 പ്രാവശ്യം നമ്മളിങ്ങനെ ഒന്ന് മൂവ്മെൻറ്റ് ചെയ്യുന്നു. 1-2 പ്രാവശ്യം നമ്മളിങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യുന്നു. മുന്നിലത്തെ പല്ലും അതുപോലെ തന്നെ നമ്മൾ 45 ഡിഗ്രിയിൽ നമ്മൾ പല്ല് തേക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ മറ്റേ വശത്തും കൊണ്ടുവരുന്നു. പിന്നെ ഇനി നമ്മൾ അകത്തെ ഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ തന്നെയുള്ള മൂവ്മെൻറ്റ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. മുകളിലത്തെ പല്ലാണെങ്കിൽ മോണയിലോട്ട് ചേർത്ത് വെച്ചിട്ട് പല്ലിലോട്ട്, മോണയിലോട്ട് ചേർത്ത് വെച്ചിട്ട് പല്ലിലോട്ട്. ഇവിടെ വരുമ്പോൾ നമ്മൾ ബ്രഷ് ഈ രീതിയിലാക്കുക. അത് കഴിഞ്ഞ് പിന്നെയും മോണയിലോട്ട് ചേർത്ത് വെച്ചിട്ട് മോണയിലോട്ട് ചേർത്ത് മുകളിലോട്ട്. താഴത്തെ ഭാഗത്തും അതുപോലെ തന്നെ മോണയിലോട്ട് ചേർത്ത് വെച്ചിട്ട് മോണയിലോട്ട് ചേർത്ത് വെച്ചിട്ട് മുകളിലോട്ട്. ഈ മുൻഭാഗം വരുമ്പോൾ മുൻഭാഗം വരുമ്പോൾ ബ്രഷിനെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് വേണം പല്ല് തേക്കുവാനായിട്ട്. തിരിച്ച് ഇവിടെയും അതുപോലെ തന്നെ. ഏറ്റവും നമ്മൾ മിസ് ചെയ്യാൻ സാധ്യതയുള്ള 3 ഭാഗങ്ങളാണ്. ഒന്ന്, അവസാനത്തെ പല്ലിൻ്റെ അവസാനത്തെ ഭാഗം. അതുകൊണ്ട് അവിടെ നമ്മൾ വളരെ ശ്രദ്ധയോടെ പല്ല് തേക്കണം. അതുപോലെ തന്നെ മുൻപല്ലിൻ്റെ അകത്തെ ഭാഗം, അതായത് താഴത്തെ മുൻപല്ലും മുകളിലത്തെ മുൻപല്ലിൻ്റെ അകത്തെ ഭാഗം, ഈ 3 ഭാഗം നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം പല്ല് തേക്കാനായിട്ട്. അടുത്തതായിട്ട് ഉള്ളത് നമ്മൾ ചവയ്ക്കുന്ന ഭാഗത്ത് നമ്മൾ കാണുന്ന പോലെ പല്ല് നേരെയല്ലല്ലോ ഇരിക്കുന്നത്. കുഴികളും താഴ്ചകളും പൊങ്ങിയും താന്നും ഒക്കെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് വട്ടത്തിൽ ഇങ്ങനെയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അഭികാമ്യം. ഇതെല്ലാം കൂടെ ഒരു 2 മുതൽ 3 മിനിറ്റിൻ്റെ അകത്ത് വരെ നമുക്ക് തീർക്കുകയും ചെയ്യണം. അങ്ങനെയാകുമ്പോഴാണ് കറക്റ്റ് ഒരു നല്ല ബ്രഷിങ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കും. അപ്പോൾ പല്ല് തേക്കാൻ വേണ്ട ഉപകരണങ്ങൾ, അതായത് പേസ്റ്റ്, ബ്രഷ്, എങ്ങനെയാണ് പല്ല് തേക്കേണ്ടത്, എത്ര നേരമാണ് പല്ല് തേക്കേണ്ടത് തുടങ്ങി എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഈ പല്ല് തേപ്പിൽ തുടങ്ങി ഇനി ധാരാളം കാര്യങ്ങൾ ദന്തവൈദ്യശാസ്ത്രത്തെക്കുറിച്ച് പിന്നാലെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ വീഡിയോയും എല്ലാവരും കാണണം. നന്ദി, നമസ്കാരം.